റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കർ, അങ്ങനെ ഫിലിം മേക്കറായിട്ടാണ് നമ്മുടെ കസ്റ്റ്യൂം ചെയ്യുന്നത്. അത് ക്യാമിയോ റോളുകൾ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കോൾഡ് ഡ്രോപ്പ് കുഴപ്പമില്ല. ഇയാളുടെ പഴയ പടം മോജോലി പോലെ ഇയാൾ റിസൾട്ട് മാത്രമാണെങ്കിൽ ടെസ്റ്റിംഗ് അത് മാത്രമേ മോശം കൊടുക്കുന്നത്. അതൊക്കെ നല്ല മെസ്സേജ് അല്ല. പൊതുവെ കണ്ടിരിക്കുക. ഒരു ഇൻറ്റൻസിറ്റി ഇല്ല, എന്നാലും കണ്ടിരിക്കുക. ലാഗ് അങ്ങനെയൊന്നുമില്ല. ഒരു പോപ്പുലർ എൻ്റർടൈനറാണ്. ഒരു ഇവിടെ ഈ ഫിലിം മേക്കേഴ്സ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കർ ഇവിടെ ഒരു ഫിലിം മേക്കറായി മാറാൻ പറ്റും. ആ ഫിലിം മേക്കർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുള്ള പോലെ ഫിലിം മേക്കർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ലാഗൊന്നുമില്ല. കുറച്ചൊരു ഇൻറ്റൻസിറ്റി വേണം. ഒരു ഇൻറ്റൻസിറ്റി ഇല്ല, ലാഗൊന്നുമില്ല. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എറണാകുളത്തിലാണ്. ഉദയനാധാരം പോലെ പക്ഷേ ഉദയനാധാരം ആ ഇൻറ്റൻസിറ്റിയെ ആ ഒരു ഇൻറ്റൻസിറ്റി വരുന്നു. ഉദയനാധാരം പോലെ ഒരു ഫിലിം മേക്കറിൻ്റെ സ്ട്രഗിളാണ് കാണിക്കുന്നത്. പക്ഷേ ഉദയനാധാരം ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ ഫിലിമാണ്. ആ ഒരു ഇൻറ്റൻസിറ്റി വരുന്നത് കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ല. ഇന്നിറങ്ങിയ ഹോളിവുഡ് ടൈംസ് വ്യത്യസ്ത സിനിമയുണ്ട്. കാരണം ഒരു സിനിമാ സംവിധായകൻ്റെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. നസ്രീൻ്റെ ഒരു വ്യത്യസ്ത ക്യാരക്ടറുകളാണ് കിട്ടിയത്. കാരണം നസ്രീനെ നമ്മൾ കാണുന്ന ഒരു നസ്രീനെ മുമ്പ് നമ്മൾ കോമഡി ഇതിലാണ് കാണണമെങ്കിൽ ഇതിന് നല്ലൊരു സീരിയസ് കഥാപാത്രം. ആയാലും ഇൻ്റർവെൽ വരെ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് തന്നേക്കുന്നത്. നല്ലൊരു ചിത്രം തന്നെ. ഈ ബാക്കി ഉള്ള കാര്യങ്ങൾ ഇൻ്റർവെല്ലിന് ശേഷം ലാഗിങ് ഉണ്ടോ? എങ്ങനെയാണ്? ലാഗിങ് ഒന്നുമില്ല. സിനിമക്ക് വേണ്ട രീതിയിലുള്ള സിനിമ മുമ്പോട്ട് കൊണ്ടുപോകും. വേറെ ലാഗിങ് ഉണ്ട്.